എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടായിരുന്നോ? അത് കൊള്ളാം. ഇന്നത്തെ ഈ ദിവസം എനിക്ക് മറക്കാൻ പറ്റുമോ മോനെ? ഇന്നാണ് എനിക്ക് എന്റെ വീറിനെ കിട്ടിയത്. എന്റെ സ്വപ്നം ഫലിച്ച ദിവസമാണെന്ന്. അത് ഏത് സ്വപ്നമാണ് അപ്പൂപ്പ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത്. ഇന്നത്തെ ഈ ദിവസമാണ് നിന്നെ നിർമ്മിക്കുന്ന ഉദ്യമത്തിൽ ഞാൻ വിജയിച്ചത് മോനെ. ആണോ അപ്പൂപ്പ? യു ആർ ഗ്രേറ്റ്. യു ടു വീർ. നമ്മളെല്ലാവരും ചേർന്ന് വീറിന് ഒരു സർപ്രൈസ് പാർട്ടി കൊടുക്കാം. എമിലിയോട് ഇതിനെ കുറിച്ച് പോയി സംസാരിക്കാം. ഇന്ന് അവിടെ പോയാലും ഞാൻ കാല് തട്ടി വീഴാണല്ലോ. അല്ല ചിൽബുൾ, നീ ഇവിടെ കിടന്ന് എന്തായി ചെയ്തോണ്ടിരിക്കുന്നത്? നല്ല കാര്യം, നീ ഇവിടെ എത്തിയല്ലോ. ചിൽബുൾ, നിനക്കൊരു കാര്യം അറിയോ? ഇന്ന് വീറിന്റെ ബർത്ത്ഡേയാ. നമുക്ക് അവനൊരു സർപ്രൈസ് പാർട്ടി കൊടുത്താലോ? അത് തന്നെയാണ് ഞാനും നിന്നോട് പറയാൻ വന്നത്. ദേ ഇങ്ങോട്ട് നോക്കി. ഈ കാര്യം ചിണ്ടുവിനോട് പറയരുത്. അവൻ ഈ കാര്യം അറിഞ്ഞ എല്ലാരോടും വിളിച്ചു പറയും. അവൻ ഒരു കാര്യം രഹസ്യമായിട്ട് വെക്കാൻ അറിയില്ല. എമിലി, ഞാൻ അവനോട് ഒന്നും പറയില്ല. അവനെ വിശ്വസിക്കാനും പറ്റില്ല. അതെ, അവന് നമ്മളെക്കാളും കൂടുതൽ വിശ്വാസം വീറിനോടാണ്. ശരി, വാ നമുക്ക് പാർട്ടികൾ ഏർപ്പാട് ചെയ്യാം. ഹായ് എമിലി, നിങ്ങൾ രണ്ടാളും എങ്ങോട്ടാ പോകുന്നേ? ഹായ് വീർ. അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ചെറിയ ജോലിയുണ്ട്. ബൈ വീർ. ആനിമൽ ടോക്കിംഗ് മോഡ് ഓൺ. ആനിമൽ ടോക്കിംഗ് മോഡ് ഓൺ. ഇപ്പോ നിനക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മൃഗങ്ങളോട് സംസാരിക്കാവുന്നതാണ്. നിനക്ക് എന്താ പറ്റിയത്? അയാൾ എന്തിനാ നിന്നെ ഇവിടെ ഇട്ടിട്ട് പോയത്? ഞാൻ വളരെ ബാഡാണ്, അതുകൊണ്ട് അവരെന്നെ ഇവിടെ ഇട്ടേച്ചു പോയത്. ഇപ്പോഴെനിക്ക് ആരുമില്ല. ഓക്കെ, ഡോണ്ട് വറി. നീ കരയണ്ട, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ എന്റെ കൂടെ വന്നേക്ക്. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഹലോ, വണ്ടി ഒന്ന് നിർത്ത്. വണ്ടി നിർത്താനാ പറഞ്ഞത്. അകടം പകടം ആലം ഫാലം ഇക്കിടം തികിടം തം ധമാദം. നിന്റെ സിസ്റ്റം എല്ലാം പഴയതുപോലെ ശരിയാകട്ടെ. ഞാനും പഴയതുപോലെ മാറാൻ പോവുകയാണ്. ചേട്ടാ എമിലി, നമ്മളെല്ലാവരും ഈ റൂമിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? നീ പഴയതുപോലെ ശരിയാതിൽ സന്തോഷമുണ്ട്. പറയുന്ന കേക്ക്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് ചെല്ല്. എന്റെ ആക്ടിങ് കണ്ട് രസിക്ക്. ആന്റി, അങ്കിൾ, വണ്ടി എന്നെ വെറുതെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുക. കണ്ടില്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? വണ്ടി എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. കരയല്ലേ മോനെ, കരയല്ലേ. എടാ ബണ്ടി, ഇവനെയാണോടാ നീ റോബോട്ട് എന്ന് പറഞ്ഞത്? ഇവൻ നമ്മളെ പോലെ ഒരു മനുഷ്യനാണ്. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നീ കണ്ടില്ലേ? ഓരോ പ്രാവശ്യം ഇവൻ എന്നെ കുടുക്കിയിട്ട് എസ്കേപ്പ് ആവാണ്. നിങ്ങൾ കേക്ക് പാക്കിന്റെ അടുത്ത് ചോദിക്ക്. അവൻ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്, സത്യം. വണ്ടിയാണ് ഞങ്ങളോട് പറഞ്ഞത് അവനെ ഇവിടെ കൊണ്ടേ അടിച്ചിടാൻ. അവൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു. വണ്ടി എപ്പോഴും ഇങ്ങനെ വീറിനെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുക. ആന്റി, എന്നെ ഒന്ന് സഹായിക്ക് പ്ലീസ്. വണ്ടിക്ക് കാര്യമൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്നെ ഫോളോ ചെയ്യില്ലെന്ന് പറയേ. അപ്പൂപ്പ, വണ്ടി എന്നെ റൂമിനകത്തിട്ട് പൂട്ടിക്കളഞ്ഞു. മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ നിങ്ങളുടെ മോനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഇന്ന് ഞാൻ അവനെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അവൻ ഇതുപോലൊരു തെറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇനി അവനെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവനെ വിശ്വസിച്ച അവസാനം ഞാൻ കുടുങ്ങിപ്പോയല്ലോ. ദേവിതൊന്നും ഞാൻ പറയണ വിശ്വസിക്കമ്മേ. അവൻ റോബോയാണ്. അച്ഛാ, അമ്മേ, ഞാൻ പറയണൊന്ന് കേക്ക്. അവൻ റോബോട്ടാണ്. അവൻ റോബോ ആണ്, റോബോ.
ബൈ ബൈ ബണ്ടി. അമ്മേ വേഗം നോക്ക്, വേഗം നോക്ക്, വേഗം നോക്ക്, നോക്ക് നോക്ക് നോക്ക്. ഇവൻ റോബോട്ടാണ്, ഒന്ന് തിരിഞ്ഞു നോക്ക്. അയ്യോ ഇതെന്താ, ഞാൻ കാണുന്ന സത്യം തന്നെയാണോ? റെയിൻബോയിൽ ഒരു സ്ലൈഡോ, അതിൽ ഊഞ്ഞാലും ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ മോൻ പറഞ്ഞ ശരിയാ, ഇതെങ്ങനെ സംഭവിച്ചു? അതെ, കാര്യം ശരിയാ. അവൻ പറഞ്ഞ സത്യ. ദേ അങ്ങോട്ട് നോക്ക്. ഇപ്പൊ നിനക്ക് കാര്യം മനസ്സിലായല്ലോ. വേഗം വാ, നമുക്കും അതിൽ കയറി കളിക്കാം. വേണ്ട, നിക്കാനാ പറഞ്ഞത്. ഇമ്ലി, വേഗം ചെന്ന് ചിണ്ടുവിനെ വിളിച്ചോണ്ട് വാ. എന്താ വീർ, ഞങ്ങളൊന്ന് കളിക്കാൻ സമ്മതിക്കേ. ശരി, ഓക്കെ, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. ഏയ്, എന്റെ മണ്ടയ്ക്കാണ് കേറിയിരിക്കുന്നേ. നിങ്ങളുടെ ബോഡി ഭയങ്കര വെയിറ്റാ. എന്റെ വൈഫിനെ നീ പേടിപ്പിക്കുന്നോ? മിണ്ടി പോരുത്. എന്നോട് കളിച്ചാലുണ്ടല്ലോ ഇടിച്ച് ചമ്മന്തിയാക്കും, പറഞ്ഞേക്കാം. അയ്യോ, ഈ ബെഞ്ചിന് തള്ളാൻ വരുന്നേ. ചിണ്ടു, ഞങ്ങളുടെ കൂടെ വേഗം വാ. വീറിപ്പ അപകടത്തിലാണ്. ഞാൻ വരില്ല. ഏത് സമയത്തും വീറിന് മറ്റുള്ളവരെ കുറിച്ചാ ചിന്ത, എന്നെ കുറിച്ച് ചിന്തയില്ല. മറ്റുള്ളവരെന്ത് പറയുമെന്ന് ആലോചിക്കുന്നത്. എന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് അവൻ മനസ്സിലാക്കുന്നില്ല. നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചിണ്ടു. അവൻ എപ്പോഴും നിന്നെ കുറിച്ചാണ് ആലോചിക്കാറ്. അവൻ നിന്റെ ഓണറാണ്, പക്ഷെ അവൻ നിന്നെ കൂട്ടുകാരനെ പോലെയല്ലേ ട്രീറ്റ് ചെയ്യാറ്. അവൻ നിന്നോട് ഓർഡർ ചെയ്യാറില്ലല്ലോ. അവന് നിന്നെ ഭയങ്കര ഇഷ്ടാ. നിന്റെ മാജിക് പവർ ലോകത്തിന് മുന്നിൽ കാണിക്കരുത്, പിന്നെ എല്ലാരും നിന്നെ പുറകെ വന്നോണ്ടിരിക്കും. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് എല്ലാരും വഴക്കുണ്ടാക്കും. നീ കാരണം ഇപ്പൊ വേറെ അപകടത്തിലാ, അറിയോ? നീ എങ്ങനെയാണ് അവന്റെ കൂട്ടുകാരനായത്? നിനക്ക് നാണമില്ലല്ലോ. നല്ലൊരു കൂട്ടുകാരനെ അപകടത്തിലാക്കിയിട്ട് വന്നിരിക്കുക. വീറിനെ പോലൊരു കൂട്ടുകാരൻ നമ്മൾ എവിടെ തെരഞ്ഞാലും കിട്ടില്ല, മനസ്സിലായോ? ഏത് സമയത്ത് നീ അവനെ പ്രശ്നത്തിലാക്കാണ്. അവൻ നിന്നോട് ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടില്ല. സോറി എമിലി, സോറി. ഞാൻ ഒരിക്കലും ആ ആംഗിളിൽ ചിന്തിച്ചില്ല. ഐ എം റിയലി സോറി. എന്റെ പ്രിയപ്പെട്ട സിംബ. താങ്ക് യു റോബോ ബോയ്. സിംബ. പാവം, ഈ പപ്പിക്ക് സുഖമില്ലാതിരിക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇവനെ വലിച്ചെറിഞ്ഞു പോകാൻ തീരുമാനിച്ചല്ലേ. മൃഗങ്ങൾ നമ്മുടെ കൂട്ടുകാരാണ്. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ മോനെ സുഖമില്ലാതായാൽ നിങ്ങൾ അവനെ ഇതുപോലെ വലിച്ചെറിഞ്ഞിട്ട് പോവോ? ഐ എം വെരി സോറി റോബോ ബോയ്. ഞങ്ങൾ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി. ഞങ്ങളോട് ക്ഷമിക്കൂ. താങ്ക് യു. ബൈ. യു ആർ വെൽക്കം. ബൈ. ഓ വാവ്, ഇവിടെ ഒരുപാട് സ്നാക്സ് ഉണ്ടല്ലോ. ചിണ്ടു, തുടങ്ങിക്കോ. ചിണ്ടു, നീ എന്തേ കാണിക്കുന്നേ? മര്യാദയ്ക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോ. പോവാനാ പറഞ്ഞത്. അവനെ അടിച്ച് പുറത്താക്ക്. ചിണ്ടു, ഇവിടുന്ന് പോ, അല്ലെങ്കിൽ തന്നെ ചവിട്ടി പുറത്താക്കാൻ പറഞ്ഞേക്കാം. എന്നെ ഞങ്ങളെ പിന്നെ വിളിച്ചോളാം. എന്നെ അടിച്ച് പുറത്താക്കിയല്ലേ? നിങ്ങൾ അപ്പൂപ്പനെ എങ്ങനെ അടിച്ച് പുറത്താക്കുമെന്ന് നോക്കട്ടെ. ശ്ശടാ, അപ്പൂപ്പനെന്താ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത്? എമിലി മോളെ, ഇതെല്ലാം വളരെ ടേസ്റ്റിയാണ്. താങ്ക് യു മോളെ. വെൽക്കം അപ്പൂപ്പ. ചുൽബുൾ, ഈ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. ചിണ്ടു, എന്നാ പിടിച്ചോ. നിനക്ക് ചാട്ട് വേണ്ടേ? ചാറ്റ് എവിടെ? എവിടെ ചാറ്റ്? വേഗം കൊണ്ടുവാ. സോറി, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചുൽബുൾ, നമുക്കിപ്പോ വീണ്ടും മാർക്കറ്റിലേക്ക് പോയേ പറ്റൂ. കേക്ക്, സ്വീറ്റ്സ്, സ്നാക്സ് എല്ലാം വാങ്ങണം. ഇമ്ലി, നിനക്കൊരു കാര്യം അറിയോ? ഇന്ന് ഞാനൊരു പപ്പി എങ്ങനെയാ രക്ഷിച്ചെന്നറിയോ? ആ കഥയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞങ്ങൾക്കൊരു അർജന്റ് ജോലിയുണ്ട്. എന്ത് പറ്റി വീർ? ഇന്ന്
ഇന്ന് നീ സംസാരിക്കുന്നത് കേൾക്കാൻ നിന്റെ ഫ്രണ്ട്സ് പോലും തയ്യാറാവുന്നില്ല അല്ലേ? എല്ലാരും നിന്നെ കണ്ടപ്പോ തന്നെ ഓടുകയാണല്ലോ. ചിരിക്കണ്ട, അതിൽ നിനക്കെന്താ പ്രശ്നം? അവർ എന്റെ കൂട്ടുകാരാ. ഇങ്ങനത്തെ വേസ്റ്റ് ആയ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുവന്നാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഒരു കഴുതയും പിന്നെ ഒരു എമിലിയും പിന്നെ വേറൊരുത്തരുണ്ട്, ഒരു പൊണ്ണത്തടിയൻ.